ഇതാണ് മക്കളെ ഹണി. ഇത് സംഭവം അടിപൊളിയാ. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ട് ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണേന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മന്തിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടാവും കേട്ടോ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുരുമുളക്, ചെറിയ ജീരകം, ഗ്രാമ്പു, ഏലക്ക, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായി വറുത്തെടുക്കുക. എന്നിട്ട് അത് പൊടിക്കുക. ആ മസാലയാണ് നമ്മുടെ മെയിൻ സാധനം. കഴുകി മാറ്റി വെച്ച ചിക്കനിലേക്ക് ആ മസാലയും 2 മാഗി ക്യൂബും കുറച്ച് വിനാഗിരിയും ചേർത്ത് നന്നായി ഇളക്കി അത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്ക് ആ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കട്ടെ. അതിനുശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ വെച്ചിട്ട് ചിക്കൻ നന്നായി വേവിച്ചെടുക്കുക. ചിക്കൻ ആവശ്യത്തിന് വെന്തുവരുമ്പോ ആ വെന്ത ചിക്കൻ കോരി മാറ്റി വെക്കുക. എന്നിട്ട് ആ ചിക്കൻ വേവിച്ച വെള്ളം കളയരുതിട്ട്, നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരും. ആ ചിക്കൻ ഒന്ന് നമുക്ക് സൺഫ്ലവർ ഓയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടാ. ഫ്രൈ ചെയ്യാൻ നേരത്തെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത റൈസിന്റെ പരിപാടിയായിട്ട് നോക്കാനുള്ളത്, ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഗ്രാമ്പും ഏലക്കും ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതാക്കി അതിന് കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് വാരി വരുമ്പോൾ അതിലേക്ക് തക്കാളിയും ക്യാപ്സിക്കും പിന്നെ ഉണക്കനാരിക്കും ചേർത്ത് കൊടുക്കാം. നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ മാറ്റി വെച്ച വെള്ളത്തിന്റെ ഒപ്പം അരിക്കുള്ള വെള്ളം കൂടെ അളന്ന് നമുക്ക് വയ്ക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളാട്ട് എടുത്തേക്കണേ. അരിയും കൂടി ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെക്കാം. എന്നിട്ട് അരിയൊക്കെ നന്നായി വെന്ത് ചെയ്യുമ്പോൾ തുറന്ന് നന്നായി ഇളക്കി ആ റൈസിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ നിരത്തി വെക്കാം. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാട്ടോ. അപ്പൊ ഇത്ര സിമ്പിൾ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എനിക്ക് ഇതുപോലത്തെ റൈസ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടാട്ടോ. ഞാൻ ഒരുപാട് വീഡിയോ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കണേ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. ഇതുപോലത്തെ വീഡിയോസ് ഞാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സംഭവം കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാ. കുരുമുളകിന്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ടുണ്ട്.